ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതോടുകൂടി തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വ്യൂ ലൈക്കും കമൻറ്റും ഒക്കെ വല്ലാണ്ട് കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നതിന് കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മാറി നിന്നപ്പോൾ ഇതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ മഴയായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വേഗം തന്നെ ഏതൊക്കെ ഇപ്പോൾ വെയിലി ഏതാന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാന്നാ പറയുക കേട്ടോ. ഞങ്ങളുടെ അവിടെ വെയിലി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മതിലൊന്നുമില്ല കേട്ടോ ഫ്രണ്ടിൽ. ഞങ്ങൾ ഇതേപോലെ എതയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സുഡാപ്പിക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സുഡാപ്പിൻ്റെ സൈക്കിൾ നാശമായിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ആ പഴയ സൈക്കിൾ മേലെ തന്നെയായിരുന്നു കളി. അപ്പോൾ ഇപ്പോൾ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ അടുത്ത ഉണ്ണിയുടെ സൈക്കിളാണ്, മോളുടെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ മൂത്ത ആളുടെ സൈക്കിളുണ്ട്. ആൾ സൈക്കിളൊന്നും ഓടിക്കാറില്ല. അപ്പോൾ വലിയ സൈക്കിൾ, അവൾ വലിയ കുട്ടിയായല്ലോ. അപ്പോൾ അങ്ങനെ ആ സൈക്കിൾ മേലാണ് അവൾ കളിക്കുന്നത്. അപ്പോൾ ഈ സൈക്കിൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സുഡാപ്പിക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് പറയണേ. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ തന്നെ നല്ല പൈസ വരും കേട്ടോ. ഇങ്ങോട്ടും കൊണ്ടുവരണം, വണ്ടിയിലെല്ലാം കൊണ്ടുവരാൻ പറ്റുള്ളൂ, ബസ്സിലൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ സൈക്കിൾ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ണിക്ക് കളിക്കാനായി, അല്ലെങ്കിൽ മൂത്താൾ ഓടിക്കുമ്പോൾ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് അവനോട് കെഞ്ചി നടക്കാറാണ് കേട്ടോ. മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്നൊന്നും മേടിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും മോളുടെ സൈക്കിൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് മേടിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടാളും മൂന്നാളവിടെ നല്ല കളിയിലാണ്. പിന്നെ കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും എന്താണ് ഒരു അവസ്ഥ. മുറ്റത്തായാലും അതുപോലെ തന്നെ നല്ലപോലെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. മുറ്റത്ത് നല്ലപോലെ തന്നെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം ഞാനിപ്പോൾ ബീഫ് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാം. ഇപ്പോൾ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മീറ്റ് മസാല. പിന്നെ ഞാനതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പൊടി, ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമ്മുടെ എന്താ പറയുക, കോൺഫ്ലവർ, മൈദപ്പൊടി, അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എണ്ണ ഒരു ചട്ടിയിൽ ചൂടാകാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയും കഴിഞ്ഞപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചിട്ട് കൊടുക്കാണ്ട് കൈ വെച്ച് ഓരോന്നോരോന്നായി അടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കുക. പിന്നെ അതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും, വലിയ മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മളത് ഇങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണുന്ന രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മസാല അതിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വേവിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം വേവിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബീഫ് ചില്ലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.